അവിടെ നിന്ന് അവർ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബഹുദൈവ വിശ്വാസത്തിൽ പൂണ്ടുപോയ ആ ആളുകളോടാണ് ഇവിടെ പറയുന്നത്, വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആശ്വാസത്തിൻ്റെ വചനം ഓതുകയാണ് ഇതിനെ തുടർന്ന്. കാരണം ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ദഅവത്ത് നടത്തുമ്പോൾ അവരുടെ അവസ്ഥയാണല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഫലാ യഹ്സുൻക ഖൗലുഹും, എന്താ ഇവിടെ ഫലാ യഹ്സുൻക ഖൗലുഹും? ലാ യഹ്സുൻക, താങ്കളെ ദുഃഖത്തിലാഴ്ത്തരുത്. ലാ യഹ്സുൻക എന്നാണ് എന്താ? താങ്കളെ ദുഃഖത്തിലാക്കരുത്. ഖൗലുഹും, അവരുടെ വാക്ക്, അവരുടെ വാക്ക്. ഈ ഫൗൽ ഫസീഹ എന്ന് പറയും, ഫൗൽ ഇഫ്സാഹ്. അതായത് അള്ളാഹു കൂടാതെ അവർ ആലിഹത്തിനെ സ്വീകരിച്ചു, പിന്നെ ലഅല്ലഹും യുൻസറൂൻ. പക്ഷേ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ ഖൗല് താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല എന്നാണ്. ലാ യഹ്സുൻക, താങ്കളെ ദുഃഖിപ്പിക്കരുത്. ഖൗലുഹും, അവരുടെ വാക്ക്. എന്താണ് അവരുടെ വാക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുഃഖമേൽപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അവരുടെ വാക്ക് കാരണത്താൽ. എന്താണ് ആ വാക്ക്? വാക്ക് അവരുടെ ഈ താനാണ്. താൻ എന്ന് പറഞ്ഞാൽ അവരുടെ കുത്തി പറയൽ, ആക്ഷേപിക്കൽ. അത് പല വിഷയത്തിലുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൻ്റെ വിഷയത്തിൽ അവർ കുത്തി പറഞ്ഞിട്ടുണ്ട്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഇതിനൊക്കെ ഒരു ഇലാഹാക്കിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹിൻ്റെ ഉലൂഹിയത്തിനെയാണ് കുത്തി പറയുന്നത്. കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരൊറ്റ ഇലാഹാക്കിയോ? അപ്പോൾ ഉലൂഹിയത്തിൻ്റെ വിഷയത്തിൽ അവരുടെ കുത്തി പറയൽ, ആക്ഷേപിക്കൽ. അതേപോലെ തന്നെ ലസ്ത മുർസല, അവർ പറഞ്ഞാണ് ലസ്ത മുർസല. എന്താ അതിൻ്റെ അർത്ഥം? ലസ്ത മുർസല, ലസ്ത നിസ്ലാസ്ലം തങ്ങൾ പറയുകയാണ് താങ്കളല്ല, നീ അല്ല മുർസലൻ. മുർസലൻ എന്നാണ് എന്താ? റസൂലായി അയക്കപ്പെട്ടവൻ, റസൂലായി അയക്കപ്പെട്ടവനല്ല. അത് ഏതിനെയാണ് കുത്തി പറയണത്? അത് റിസാലത്തിനെയാണ്, റിസാലത്തിനെ നുബുവത്തിനെയാണ് കുത്തി പറയണത്, ആക്ഷേപിച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ ഉലൂഹിയത്തിനെ ആക്ഷേപിച്ച് അവർ സംസാരിച്ചു. അതാണ് ഖൗലുഹും, അവരുടെ ഖൗൽ. ഒന്ന്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത്, അതിനെ ആക്ഷേപിച്ച് അവർ പറഞ്ഞു ലസ്ത മുർസല. അതാണ് അവരുടെ വാക്കുകളിൽ വേറൊന്ന്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു ഒന്ന് മജ്നൂൻ. എന്താ മജ്നൂൻ? ഭ്രാന്തൻ. അവർ പറഞ്ഞു കാഹിൻ. എന്താ കാഹിൻ? ജ്യോത്സ്യൻ. അവർ പറഞ്ഞു ഷാഇർ. എന്താ ഷാഇർ? കവി. അവർ പറഞ്ഞു സാഹിർ. എന്താ സാഹിർ? മാരണക്കാരൻ. അവർ പറഞ്ഞു അബ്തർ, വാലറ്റവൻ, ഗുണം കെട്ടവൻ തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ അവർ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്? കെസാബുൻ അഷീർ. കെസാബ് എന്താ? പെരുങ്കള്ളൻ, നുണയൻ തുടങ്ങിയ കാര്യങ്ങൾ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. യുഅല്ലിമുഹു ബശർ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ട? ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ട? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതുമായി ബന്ധപ്പെട്ട? റസൂലുള്ളാഹിന്റെ ശഖ്സിയയുമായി ബന്ധപ്പെട്ടതല്ലേ? റസൂലുള്ളാഹിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? മക്കയിൽ ഭ്രാന്തനായിരുന്നോ? കവിയായിരുന്നോ? മാരണക്കാരനായിരുന്നോ? ജ്യോത്സ്യനായിരുന്നോ? വ്യാജവാദിയായിരുന്നോ? ഒരിക്കലുമില്ല. ആരും അത് പറയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ ശഖ്സിയത്ത്, വ്യക്തിത്വത്തെക്കുറിച്ച് ആരും പറയില്ല. പക്ഷേ ഇതൊക്കെ അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു, കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ ഈ വാക്കുകളുണ്ടല്ലോ, അത് ഇലാഹിയത്തിൻ്റെ വിഷയത്തിലാകട്ടെ, റിസാലത്തിൻ്റെ വിഷയത്തിലാകട്ടെ, താങ്കളുടെ ശഖ്സിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ, ഏതിലാണെങ്കിലും ലാ യഹ്സുൻക, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. അവിടെ വഖഫ് ലാസിമാണ് അല്ലേ? ലാ യഹ്സുൻക ഖൗലുഹും. തയ്യബ്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. എന്താ? ഇന്നാ നഅലമു, അല്ലാഹു പറയാണ് തീർച്ചയായും നാം അറിയുന്നു. ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നു. എന്തറിയുന്നു? മാ യുസിറൂന വമാ യുഅ്ലിനൂൻ എന്ന് പറഞ്ഞാൽ മാ യുസിറൂനഹു വമാ യുഅ്ലിനൂനഹു എന്നാണ്. എന്താ യുസിറൂൻ എന്നാ? അസറ, രഹസ്യമാക്കി. യുസിറൂൻ അവർ രഹസ്യമാക്കുന്നു. മാ യുസിറൂൻ അവർ രഹസ്യമാക്കുന്ന യാതൊന്ന്, രഹസ്യമാക്കുന്നത്. അപ്പൊ ഇന്നാ നഅലമു, തീർച്ചയായും നാം അറിയുന്നു. മാ യുസിറൂൻ അവർ രഹസ്യമാക്കുന്നത്. വമാ യുഅ്ലിനൂൻ അവർ പരസ്യമാക്കുന്നതും. യുഅ്ലിനൂൻ എന്ന് പറഞ്ഞാൽ അവർ പരസ്യമാക്കുന്നു. മാ യുഅ്ലിനൂൻ അവർ പരസ്യമാക്കുന്ന ഒന്ന്.
എന്ന് പറഞ്ഞാൽ അവർ പരസ്യമാക്കുന്നത്. അപ്പോൾ അവർ പരസ്യമാക്കുന്നതും അവർ രഹസ്യമാക്കുന്നതും ഇന്നാനാലമു നാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇതിൻ്റെ ഒരു അവസാനമായിട്ട് ഇതിനോട് ഒരു അനുബന്ധമായിട്ട് ഇത് എന്തിനാണ് പറഞ്ഞത് അള്ളാഹു? ഇത് പിന്നെ അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും നാം അറിയുന്നു എന്നുള്ളത് അവരെ കേവലം അറിയിക്കാനാ? അല്ല, അറിയിക്കാനല്ല. പിന്നെയോ അതൊരു ഭീഷണിയാണ്, തെഹ്ദീദാണ്. അത് അവർക്കുള്ളൊരു ഭീഷണിയാണ്. തെഹ്ദീദിൻ്റെ വർത്താനാണ്. അവരുടെ രഹസ്യ പരസ്യങ്ങൾ എല്ലാം നാം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു ഒക്കെ അറിയുന്നു എന്നുള്ളത് അവരെ ധരിപ്പിക്കാനല്ല, അത് അവർക്കറിയാം അള്ളാഹു എല്ലാം അറിയുന്നുള്ളത്. പിന്നെയോ അതിനൊക്കെ ഒരു വിചാരണയും അതിനൊക്കെ ഒരു പ്രതിഫലവും അതുണ്ടാകും എന്നുള്ളത് അറിയുന്നു എന്നതിൻ്റെ ലാസിമിനെ അറിയിക്കാനാണ് ഈ വർത്താനം ഉണ്ടല്ലോ. അറിയുന്നു എന്നുള്ളതുണ്ടല്ലോ, അത് ഇൽമ്, അതല്ല ഇവിടെ വിഷയം. പിന്നെയോ അറിവിൻ്റെ ലാസിമുണ്ട്. ലാസിം എന്താ? ഇതിന് അനിവാര്യമായിട്ടുണ്ടാകുന്ന മറ്റൊരു വിഷയം അതെന്താണ്? വിചാരണയാണ്. അത് ശിക്ഷ നൽകലാണ്. അതാണ് അവിടുത്തെ വിഷയം. ഇന്നാലും യുസിറൂൻ എന്നുള്ളിടത്തുണ്ടല്ലോ ഇസ്റാർ രണ്ട് നിലക്കുണ്ട്. ഇസ്റാർ എന്ന് പറഞ്ഞാൽ രഹസ്യമാണ് അല്ലേ? രഹസ്യം രണ്ട് നിലക്കുണ്ട്. ഒന്ന് പിന്നെ അതിയായ രഹസ്യം, ഏറ്റവും ഗോപ്യമായത്. മറ്റൊന്ന് അത്ര തന്നെ ഗോപ്യമല്ലാത്തത്. രഹസ്യം ഇപ്പോൾ രണ്ട് പേർ തമ്മിൽ ഒരു രഹസ്യമുണ്ട് അല്ലേ? ഞാനും അയാളും മാത്രം ഉള്ളൊരു രഹസ്യമുണ്ട്. പിന്നെ ഒരു രഹസ്യമുണ്ട്, അത് അതിനേക്കാൾ ഗോപ്യമാണ്. അതെന്താ? അതേത് രഹസ്യം? നമ്മുടെ മനസ്സിലുള്ള നമ്മൾ മനസ്സിൽ പാത്തൊരു സംഗതി, അതാണ് യഅലമു സിർറ വ അഖ്ഫ എന്നറിയില്ലേ? രഹസ്യം അറിയും, വ അഖ്ഫ അതിനേക്കാൾ ഗോപ്യമായതും അറിയും അല്ലേ? രഹസ്യം ഇപ്പം നമ്മൾ തമ്മിലുള്ള ഒരു സ്വകാര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയും. അതേപോലെയല്ല പിന്നെ കൽബിലുള്ളത്, ഒരാളെ കൽബിലുള്ളത് അതെന്താണ്? അതിനേക്കാൾ എന്താണ്? രഹസ്യമാണ്. അപ്പോൾ മാ യുസിറു എന്ന് പറഞ്ഞാൽ അവർ രഹസ്യമാക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ രണ്ട് നിലക്കുണ്ട്. അവർ താന്താങ്ങൾക്കിടയിൽ രഹസ്യമാക്കിയതും പിന്നെ ഓരോരുത്തരും താന്താങ്ങളുടെ മനസ്സിൽ പാത്തതും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇതൊക്കെ അറിയും. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ അറിവിനെ ഭയക്കണം, പേടിക്കണം എന്നുള്ള ഒരു തെഹ്ദീദ്, ഭീഷണിയാണ് ഇവിടെ ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ എന്ന ഈ ഒരു പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ളത്. എന്താ ഈ ഇൽമിൻ്റെ ലാസിം ഉണ്ടല്ലോ? ലാസിം എന്താ? അള്ളാഹു അറിയുന്നു എന്നുള്ളതിൻ്റെ ലാസിമാണെന്ത്? ആ അറിവിന് എന്തുണ്ട്? ഒരു വിചാരണ ഉണ്ട്. ആ വിചാരണക്ക് തുടർന്ന് എന്തുണ്ട്? രക്ഷയും ശിക്ഷയുണ്ട്. പക്ഷെ ഇവിടെ ശിക്ഷയാണ് അല്ലേ? അത് എവിടെയാണ്? അതെവിടെയാണ്? അത് പരലോകത്താണ്.